4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. പൂക്കാസ തോപ്പുംപടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം തോപ്പുംപടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് മത്സരം കേരള ചരിത്രവും നവോത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കേരള ചരിത്രവും നവോത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്വിസ് മത്സരം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു. വരാനിടയുള്ള ചോദ്യങ്ങൾ നേരിടാൻ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വളരെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ ആദരിക്കാൻ കൂടിയാണ് ഈ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരെയൊക്കെയാണ് ആദരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അധിക സമയം മത്സരത്തിൽ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ദീർഘമായി സംസാരിക്കുന്നതിൽ കാര്യമില്ല എന്നറിയാം. എങ്കിലും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു ഗൗരവം തീർച്ചയായും നിങ്ങളുടെ പഠനകാലത്തിലും നിങ്ങളുടെ ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുങ്ങലിലും കാര്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. നമ്മൾ ചരിത്രത്തെ, നമ്മൾ കടന്നു വന്ന വഴികളെ എപ്പോഴും കൂടുതലായി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്തെങ്കിലും പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് എഴുതിയോ മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മത്സരത്തിന് ജയിക്കാനോ മാത്രമല്ല. തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് VC തിരുമേനി അധ്യക്ഷത വഹിച്ചു. സറോബ് ഡിക്കോത്ത സ്വാഗതം പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം കൊച്ചി മേഖലാ സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ S. സന്തോഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം സിന്ധു രാജേഷ്, കൊച്ചി മേഖലാ പ്രസിഡന്റ് NKM ഷെരീഫ്, TK ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. താമരപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ആന്റണി ബെൻസൻ ക്വിസ് മത്സരം നയിച്ചു. തുടർന്ന് വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളായ അജയൻ ചാക്കോ, കൊച്ചിൻ ബാബു, ജെയ്മോൻ തോമസ്, അദ്വൈത കൃഷ്ണൻ എന്നിവരെ കൊച്ചി MLA KJ മാക്സി ആദരിക്കുകയും ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. എല്ലാ മേഖലയിലുള്ളവർക്കും അതിലംഗങ്ങളായി ചേരാം. കലാമേഖലയിൽ കലാകാരന്മാർക്കും കല ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും അംഗങ്ങളായി ചേരാവുന്ന ഒന്നാണ് പുരോഗമന കലാസാഹിത്യ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന് പ്രത്യേകം മെമ്പർഷിപ്പ് ഒന്നുമില്ല. മെമ്പർഷിപ്പ് കാർഡോ അങ്ങനെയൊന്നുമില്ല. ആർക്കും അതിൽ അംഗമായി ചേരാം. നാടിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കലാരംഗം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ക്വിസ് മത്സരത്തിൽ വന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ കേരള ചരിത്രവും നവോത്ഥാനവും. ഈ കേരള ചരിത്രത്തിനും നവോത്ഥാനത്തിനും വലിയ ബന്ധമുണ്ട്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.